അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ അതിന് മുൻപ് നോമ്പ് 21 എത്ര പെട്ടെന്നാലേ നോമ്പ് പോകുന്നത്. എനിക്ക് പെട്ടെന്ന് പോയ പോലെ തോന്നി കേട്ടോ. ഇപ്പോഴും ശരിക്കും 21 എന്നൊന്നും തോന്നണില്ല. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതേ മക്കളെ നമ്മൾ ഒരുക്കുകയാണ്. പിന്നെ ഓൾറെഡി ഞാൻ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത്താത്തയും റെഡിയാണ്. അപ്പം നമ്മൾ 4 പേരാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ഒരു എന്താ പറയുക ഉച്ച സമയത്താണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ഒരു 12 മണിക്കാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഇതേ അയാന് സോക്സും അതേപോലെ ഷൂവും ബനിയനും ഒക്കെ ഇട്ട് റെഡിയാക്കാണ്. മറ്റേക്ക് ഞാനെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്താത്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തൊപ്പി ഇടുന്നുണ്ട്, കാരണം നല്ല വെയിലാണല്ലോ. അപ്പോൾ തൊപ്പി ഓന് വേണ്ടാന്ന് തന്നെ അങ്ങനെ തൊപ്പിയൊക്കെ അയച്ചിട്ട് അപ്പോൾ ദേ ഞാനും മഞ്ഞയാണ്, അയാനും മഞ്ഞയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പേരും റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തൊക്കെയാണ് അവസ്ഥ എന്നൊന്നും അറിയില്ല കേട്ടോ, കാരണം മക്കളെയും കൊണ്ട് എത്രത്തോളം ഡ്രസ്സ് എടുക്കൽ സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ 4 ആളും കൂടി വേഗം പോയി വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടൗണിലേക്കൊന്നും പോയില്ല കേട്ടോ. ഇവിടെ തന്നെ ഉള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അയാനിത് അങ്ങക്ക് എല്ലാവർക്കും ഇമ്പിയൊക്കെ തരുന്നുണ്ട്. ഇമ്പി പറഞ്ഞാൽ ഓൻ്റെ ഇതിൽ ഉമ്മ തരുന്നതാണ് കേട്ടോ. പിന്നെ ഫ്ലൈയിങ് കിസ് ഒക്കെ. ഓക്കെ, അപ്പോൾ അത് പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ ഓട്ടോക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും കൂടി പോകാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോക്കാരനെ വിളിച്ചു. അങ്ങനെ ഓട്ടോക്കാരൻ വരുന്നതിന് മുന്നേ നമ്മൾ എല്ലാവരും കൂടെ വേഗം റോഡിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. അയാനിതാ നടക്കുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ മൂപ്പർക്ക് തൊപ്പിയിട്ട് എടുത്തപ്പോൾ മൂപ്പർക്ക് മനസ്സിലായിട്ടോ, ഓക്കെ നല്ല വെയിലാണ്, അതുകൊണ്ടാണ് മേമയെ ഉമ്മയും തൊപ്പിയിട്ട് ഇരുന്നെന്നുള്ളത്. അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയപ്പോൾ ഓട്ടോക്കാരൻ എത്തിയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയാനോട് പറയാം, അയാൻ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യൂ, ചിരിക്കൂ, ഒക്കെ ഇമ്പി കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അയാനാണെങ്കിൽ വെയിലൊക്കെ ആയിട്ട് മക്കളെയും കൊണ്ട് വെയിലത്തൊക്കെ പോകാൻ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ അങ്ങനെ വന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി. നമ്മൾ പൂക്കാടുക്കാട്ടോ പോയത്. അങ്ങനെ പൂക്കാടുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ കാപ്പാട് വഴിക്കൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അയാൾ ബീച്ച് കണ്ടിട്ട്, ബീച്ച് കാണാത്തതല്ല എന്നാലും കാപ്പാട് ആ ഭാഗത്ത് ബീച്ച് കണ്ടപ്പോൾ അയാളിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിലെത്തി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കുകയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇളയാക്ക് ബനിയനും അതേപോലെ ട്രൗസറും ആണ് കേട്ടോ എടുക്കുന്നത്. മോന് ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ പാലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിയോണ്ട് ഓന് സുഖമായിട്ട് ഉറങ്ങി. ഇറങ്ങുമ്പോൾ ഉറങ്ങിയില്ലായിരുന്നു, പിന്നെ ഓട്ടോയിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഉറങ്ങി കേട്ടോ. പിന്നെ അയാന് ഷർട്ട് നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ മോഡൽ ഷർട്ടൊക്കെ കാണിച്ചു തന്നു. പക്ഷേങ്കിൽ ഒന്നും അങ്ങോട്ട് നമുക്ക് ഇഷ്ടമാവണില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അയാനിട്ട് ട്രയലൊക്കെ ചെയ്യിപ്പിച്ച് നോക്കിയിട്ടോ. പിന്നെ ഇത് നമ്മൾ ഇന്നലെ ഉള്ള വീഡിയോ ഒന്നല്ല കേട്ടോ. അയാൻ്റെ ബർത്ത്ഡേൻ്റെ 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ അയാൻ ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. എനിക്കും ഇത്താത്തക്കും അതേപോലെ ഉപ്പാക്കും എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആദ്യം തന്നെ ഇത്താത്ത ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കുകയാണ്. പിന്നെ ഇപ്പം മോൻ ഉണ്ടായിക്കൊണ്ട് ഇത്താത്തക്ക് എന്താ പറയുക, ഫ്രണ്ട് എന്താ പറയുക ഓപ്പൺ ഉള്ള ഡ്രസ്സാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫീഡിങ്ങിന് പറ്റുന്ന ടോപ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവസാനം എത്തി നമ്മൾ കോട്ടണിലാണ് കേട്ടോ നോക്കിയിട്ടുള്ളത്. അത് വേറെ കാര്യം, കാരണം എന്താ വെച്ചാൽ അത്രയും ചൂടാണ്. പിന്നെ നമ്മൾ രണ്ടാളും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇത്താത്ത അവിടെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ ഡ്രസ്സ് നോക്കി. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഷിഫോണിലൊക്കെ നോക്കാമെന്ന് കേട്ടോ. പിന്നെ ഞാൻ കോട്ടണിൽ നോക്കാം. അങ്ങനെ രണ്ടും കൂടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഏത് ഇഷ്ടപ്പെടുന്നു അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഫ്ലയർ ടൈപ്പിലുള്ള ഡ്രസ്സാട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനൊരു വൈറ്റ് ഡ്രസ്സ് നോക്കി. എനിക്ക് വൈറ്റ് ഇല്ല ഗൈസ്. അപ്പം ഞാൻ വൈറ്റ് എടുക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ വൈറ്റ് എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കോട്ടണിലേക്ക് തന്നെ എത്തി. അങ്ങനെ കോട്ടൺ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നി ഈ ചൂടത്ത് കോട്ടൺ ആയിരിക്കും നന്നാവാന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ആയിരിക്കും എടുത്തതെന്ന് നിങ്ങൾ വിചാരിക്കണു? ഓക്കെ, അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്തായാലും നമ്മൾ എടുത്ത ഡ്രസ്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ കോട്ടണിൽ ഇങ്ങനെ കുറേ നോക്കി കേട്ടോ. അങ്ങനെ ഞാനും ഇത്താത്തയും ഡ്രസ്സ് എടുത്ത് ചേച്ചി അതാ ഡ്രസ്സ് കൊണ്ടുപോകണം, വാ മക്കളെ പോരിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ ഉപ്പാക്ക് ഒരു ഷർട്ടിൻ്റെ ശീലയും അതേപോലെ ഡബിൾ മുണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് കയറി. അങ്ങനെ അവിടുന്ന് ഉപ്പാക്ക് ഷർട്ടിൻ്റെ ശീലയാണ് കേട്ടോ. ഉപ്പ റെഡിമെയ്ഡ് ഷർട്ട് ഇടുന്നത് ഞാൻ അതിൽ കണ്ടിട്ടില്ല.
അപ്പോൾ ഷർട്ടിൻ്റെ ശീലയൊക്കെ എടുത്ത് ബില്ലൊക്കെ അടച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു. എൻ്റെ മോനിക്ക് വിശന്ന് പോയിട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് പഴംപൊരിയൊക്കെ വാങ്ങിയിട്ട് അയാന് കൊടുക്കുകയാണ്. അയാന് ഉറക്കവും വരുന്നുണ്ട്. പോകുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചാണ് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരണമെന്ന്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ നട്ടുച്ചയ്ക്കൊന്നും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണ്ട കേട്ടോ. കഴിയുന്നത് നോമ്പൊക്കെ തുറന്ന് സാവധാനം പോകുന്നതാണ് നല്ലത്. അനുഭവം കൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോ ആയിട്ട് വരാം.